പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഹാജാസ് PSCയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. എല്ലാവരും വളരെ ഗംഭീരമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു തമ്പനയിൽ കണ്ടിട്ടാണ് ഇന്ന് ഈ ക്ലാസ് കാണാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ, വളരെ ഗൗരവമായ കാര്യങ്ങൾ സംസാരിക്കുവാനും പറയുവാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു യൂട്യൂബ് ഒരു വീഡിയോ മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇതിൽ തമ്പനയിൽ കാണുന്നത് പോലെ 1ാം റാങ്ക് വേണോ എന്നാണ്, നിങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിന്നൊരു തമ്പനയിൽ ഇട്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത് നിങ്ങൾക്ക് 1ാം റാങ്ക് വേണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ചോദിക്കും, 1ാം റാങ്ക് ആഗ്രഹിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു അതിമോഹമല്ലേ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. 1ാം റാങ്ക് എന്ന് പറയുന്നത് ആരുടെയും കുത്തകയൊന്നുമല്ല, നമുക്കൊക്കെ വാങ്ങാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് 1ാം റാങ്ക്. LDC ആയിക്കോട്ടെ, LPUP ആയിക്കോട്ടെ, ഇത് രണ്ടുമാണല്ലോ ഇനി വളരെ തൊട്ടടുത്ത് നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷകൾ. LPUPക്ക് ഏകദേശം 60 ദിവസത്തോളം സമയമുണ്ട്. LDC എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ഏകദേശം ഇനി ഒരു 3 മാസത്തോളം സമയമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യമായി പരീക്ഷ നടക്കാൻ പോകുന്നത്. തുടർന്നുള്ള മാസങ്ങളിൽ മറ്റുള്ള ജില്ലകളിലും പരീക്ഷ നടക്കുന്നു. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേടേണ്ടത് ജോലി എന്നതിലുപരി 1ാം റാങ്ക് തന്നെയാണ്, ഫസ്റ്റ് റാങ്ക് തന്നെയാണ്. ആദ്യ റാങ്കുകളിൽ വരിക എന്നുള്ളതല്ല, ആദ്യ റാങ്ക് തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളത് നേടണം, നിങ്ങളത് വാങ്ങണം, നിങ്ങളെ കൊണ്ട് അതിന് കഴിയും. കാരണം ഇത് ഈ ലോകത്ത് സാഹസികതകൾ സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധ നേടുന്നവരുണ്ട്. ഇതൊരു സാഹസികതയൊന്നുമല്ല. ഒരു കേരള PSCയുടെ പരീക്ഷയിൽ 1ാം റാങ്ക് വാങ്ങുക എന്ന് പറയുന്നത് ഒരാളെ കൊണ്ട് അപ്രാപ്യമായ ഒന്നല്ല, അല്ലെങ്കിൽ നടക്കാത്ത കാര്യമൊന്നുമല്ല. എല്ലാവരെ കൊണ്ട് നടക്കുന്നതും എല്ലാവരെ കൊണ്ടും പറ്റുന്നതുമായ കാര്യമാണ് 1ാം റാങ്ക് നേടുക എന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളെ കളിയാക്കിക്കൊണ്ടല്ല പറയുന്നത്, നിങ്ങൾക്ക് 1ാം റാങ്ക് നേടാൻ കഴിയും, നിങ്ങൾക്ക് നേടാൻ കഴിയും. യു ആർ കേപ്പബിൾ. സോ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പരീക്ഷയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അവലോകനം നമുക്ക് വേണം. നിങ്ങൾക്ക് 1ാം റാങ്ക് വേണം, നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ, നിങ്ങൾ ചോദ്യപേപ്പറുകളെ കൃത്യമായി മനസ്സിലാക്കണം. ചോദ്യപേപ്പറുകളെ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ 1.5 വർഷക്കാലമായി സ്വന്തമായ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ പേരിൽ ഹാജാസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം ചെറുതല്ല വലുതാണ് എന്ന് മനസ്സിലാക്കാതെ തുടങ്ങി. പക്ഷേ ഞാനത് ചെയ്തു വന്നപ്പോൾ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുകയും കഴിഞ്ഞ 11 വർഷക്കാലമായി PSC മേഖലയിൽ നിൽക്കുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് റാങ്ക് ഫയലാണോ ആ റാങ്ക് ഫയല് ഉള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള അനുഭവ സമ്പത്തിൻ്റെ സ്കൂൾ ക്ലാസ്സുകളിൽ ഇതെൻ്റെ സിൽവർ ജൂബിലി വർഷമാണ്, 25ാമത്തെ വർഷം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ LPUP നേടണമെങ്കിൽ അല്ലെങ്കിൽ ഈ LDC നേടണമെങ്കിൽ നിങ്ങളുടെ ഉത്തരം ഫസ്റ്റ് റാങ്ക് വേണം എന്നാണെങ്കിൽ നിങ്ങൾ ചോദ്യപേപ്പറുകളെ കൃത്യമായി മനസ്സിലാക്കണം. 2, ഇത് ഇവിടെ നമ്മൾ ഈ മോണിറ്ററിൽ കാണുന്നത് 9995027074 എന്നത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഈ നമ്പർ നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ നമ്പർ നോട്ട് ചെയ്തതിന് വെച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് LDCയുടെയും LPUPയുടെയും ചോദ്യങ്ങൾ ഏത് നിലവാരത്തിലുള്ള ചോദ്യമായിരിക്കും, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമെന്നല്ല. നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷകളിലോ അല്ലെങ്കിൽ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സാധാരണയായി 4 തരം ചോദ്യങ്ങളാണ് ചോദിക്കുക. 1 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, കൂടുതലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 3 എന്ന് പറയുന്നത് ചേരുംപടി ചേർത്തെഴുതുക എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിരിക്കും. അടുത്തത് കൂട്ടത്തിൽ തെറ്റിയതേത് തെറ്റാത്തതേതെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു കാറ്റഗറി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇങ്ങനെ 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് ചോദ്യങ്ങൾ ഏത് നിലവാരത്തിലുള്ളതായിരിക്കും, ഏത് ലെവലായിരിക്കും. ചോദ്യങ്ങൾ 3 നിലവാരത്തിലാണ് ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുക. ബ്ലൂ പ്രിൻറ്റിൽ ഒരു 80% ചോദ്യങ്ങളും ബിലോ ആവറേജ് ആയിരിക്കും, അല്ലെങ്കിൽ 70% ചോദ്യങ്ങളും ബിലോ ആവറേജ് ആയിരിക്കും. 70% ചോദ്യങ്ങൾ ബിലോ ആവറേജ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു സയൻസ്, ഞാൻ സയൻസ് മാത്സ് അധ്യാപകനായതുകൊണ്ട് സയൻസിൻ്റെ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. സയൻസിന് നിങ്ങൾക്കിപ്പോൾ ആറ്റം ഘടന എല്ലാവർക്കും പഠിക്കാനുള്ളതാണ്. LPUPക്കും LDCക്കും ഒക്കെ ഒരുപോലെ പഠിക്കാനുള്ളതാണ് ഈ പറയുന്ന ഒരു ആറ്റം ഘടന. ആറ്റം ഘടനയിലെ ഒരു 3 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് അപ്പോൾ 3 തരം ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 1 ബിലോ ആവറേജ് ഉണ്ടാകും, ആവറേജ് ഉണ്ടാകും, എക്സലൻ്റ് ഉണ്ടാകും. ഈ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാവും. ഇതെങ്ങനെയാണ് ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആറ്റം എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുത്ത് നമ്മൾ നോക്കിയാൽ ആറ്റങ്ങളിൽ ഏറ്റവും എന്താ പറയുക
ബിലോ ആവറേജ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. ആറ്റം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആറ്റം എന്ന പദത്തിൻ്റെ അർത്ഥം ഏത് എന്ന് പറയുന്നത് ഒരു ബിലോ ആവറേജ് ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം അറ്റോമോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ഇതിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്, ഇൻഡിവിസിബിൾ എന്നാണ്. ഇതൊരു ബിലോ ആവറേജ് ക്വസ്റ്റ്യനാണ്. എല്ലാ കുട്ടികൾക്കും ഉത്തരം കൃത്യമായി എഴുതാൻ കഴിയുന്ന വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ഏത്? 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട് ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിലെ ഒന്നാമത്തെ പോയിന്റ് എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും സമാന ഗുണമുള്ളവയാണ്. ശരിയാണ്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണമുള്ളവയാണ്. ശരിയാണ്. ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ ചേർന്ന് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. പൊട്ടത്തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഡി ആണ്. ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിക്കും. ഈ ചോദ്യം ബിലോ ആവറേജ് എന്ന് പറയാൻ കഴിയില്ല. ജോൺ ഡാൾട്ടൻ്റെ സിദ്ധാന്തം വ്യക്തമായി അറിയാൻ കഴിയുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഇതിൻ്റെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനും എഴുതാനും കഴിയൂ. ഇനി ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം എല്ലാ 6 പോയിന്റുകളും കൃത്യമായി അറിയാവുന്ന എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ട്? എങ്കിൽ കാണുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷ മറന്നേക്കണം. കാരണം ഈ പരീക്ഷയിൽ ഇത്തരത്തിലുള്ള കുറേ തിയറികൾ, മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് പഠിക്കാനുണ്ട്. ഇങ്ങനെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ഇൻ്റർഫറൻസ്, ഹ്യൂമൻ ബോഡിയുടെ ഓരോ പാർട്സുകളും വ്യക്തമായി പഠിക്കാനുണ്ട്. ജനറ്റിക്സ് നന്നായി പഠിക്കാനുണ്ട്. അതുപോലെ വനമേഖല, പരിസ്ഥിതി, ഇതെല്ലാം ഗംഭീരമായി പഠിക്കേണ്ട ഭാഗങ്ങളാണ്. ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഇതെല്ലാം നന്നായി പഠിക്കേണ്ടതാണ്. ഒരു നന്നായിട്ട് ഏറ്റവും ഗംഭീരമായി ടോപ്പിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു അധ്യാപകന് മാത്രമേ ഇതിനെ നിങ്ങൾക്ക് മാർക്കാക്കി തരാൻ കഴിയൂ. ഇത് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എവിടെയെങ്കിലും നോക്കൂ. 3ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതൊരു ചോദ്യമാണ്. ഡി ഓർബിറ്റലിന് 5 ഓറിയൻറ്റേഷൻ ഉണ്ട്. ഓക്കെ, ശരിയാണ്. ഇത് +1 പഠിക്കാനുള്ളതാണ്. ഡബിൾ ഡംബൽ ആകൃതിയാണ് ഡി ഓർബിറ്റലിനുള്ളത്. ശരിയാണ്. dx²y² അക്ഷത്തിലല്ലാത്ത ഓർബിറ്റലാണ്, അക്ഷത്തിലായ ഓർബിറ്റലാണ്. ഓക്കെ, അല്ലാത്തത് എന്ന് പറയുന്നത് ഓക്കെ, ഇത് തെറ്റാണ്. ഡിയുടെ ഒരു ഓറിയൻറ്റേഷനിൽ 2 ഇലക്ട്രോൺ കാണും. ഇതിനകത്ത് എയും ബിയും ഡിയും ശരിയാണ്, സി ശരിയല്ലാത്തതാണ്. ഇതൊരു എബോ ആവറേജ് ആണ്, എക്സലൻ്റ് ആണ്. ഈ ചോദ്യം അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടി എന്തു ചെയ്യും? ജോലി കയറും, ഉയർന്ന റാങ്കുകളിൽ വരും. ഇതുപോലെ സയൻസിനകത്തെ ഓരോ ടോപ്പിക്കിനകത്തും നിങ്ങൾ ഒരു റാങ്ക് ഫയൽ നോക്കി പഠിക്കുമ്പോൾ അവിടെ ഒരു അപകടമുണ്ട്. ആ അപകടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള ശ്രമങ്ങളില്ല. അതൊരു 2D ആണ്. നിങ്ങൾക്ക് നോക്കി പഠിക്കേണ്ടി വരും. അവിടെ ഒരുപാട് അപാകതകളുണ്ടാവും. ഇതുപോലെ ജീവനുള്ള ഒരാൾ നിവർന്ന് നിന്ന് വ്യക്തമാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന തരത്തിൽ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ കഴിയും. നിങ്ങളൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഓൺലൈനിൽ പോകുന്ന ഒരാളായിരിക്കാം. ഒരു ഓൺലൈനിൽ മിക്കവാറുമുള്ള ഓൺലൈനുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഫേം ആയിരിക്കാം, ഒരു അതോറിറ്റി ആയിരിക്കാം. അവർ കൂലിക്ക്, അതായത് സാറന്മാർക്ക് കാശ് കൊടുത്ത് വരുത്തിച്ച് പഠിപ്പിച്ച് നല്ലപോലെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്ത് ആ അഡ്വർടൈസ്മെൻറ്റിൽ മുങ്ങിയാണ് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സാറന്മാർ എന്ത് പഠിപ്പിച്ചു, ഏത് പഠിപ്പിച്ചു, അതിനകത്ത് എന്ത് പോരായ്മ ഉണ്ടെന്ന് അറിയാവുന്ന ഒരേ ഒരു വർഗം ആ അധ്യാപകർ മാത്രമാണ്. ഓക്കെ, ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്ലാസ്സാണ്. അതുകൊണ്ട് എനിക്കിതിനകത്ത് ഒരു കള്ളത്തരവും കാണിക്കാൻ കഴിയില്ല. സമ്പൂർണ്ണമായി സയൻസിൻ്റെ ക്ലാസ് നിങ്ങൾ ഈ വരുന്ന വളരെ ചുരുക്കം ദിവസങ്ങളാണ് ഇനി നമ്മൾ മുന്നിലുള്ളത്. പ്രത്യേകിച്ച് LP UP LDCക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതെന്ത് ചെയ്യണം? ഈ കോഴ്സ് എടുക്കണം, 100% എടുക്കണം. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. ഇവിടെ ഒരു എമൗണ്ട് കാണിച്ചിട്ടുണ്ട്, അത് കണ്ടുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്കൊരു ഭയങ്കര സർപ്രൈസ് ഞാൻ തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് സയൻസിനോടൊപ്പം മാത്സിലെ മുഴുവൻ ചാപ്റ്ററുകളും അതിഗംഭീരമായി പ്രീവിയസ് ക്വസ്റ്റ്യൻ അടക്കം ഒരു പാഠത്തിൻ്റെ മുഴുവൻ സാധനങ്ങളും, മാത്സിനകത്ത് ക്ലോക്ക്, മെൻ്റൽ എബിലിറ്റിയിലെ കലണ്ടർ, നമ്പർ സീരീസ്, വയസ്സുകളുടെ പ്രശ്നങ്ങൾ, മുഴുവൻ സാധനങ്ങളും 3 ഡയമെൻഷണൽ, പിന്നീട് സ്പിയർ, ഹെമിസ്ഫിയർ, കോണ് എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തരികയാണ്. 1999 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീസ്.
ഓഫർ ഫീസ്. എന്നാൽ നിങ്ങളുടെ എക്സാമിനേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരെ 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 ചുരുങ്ങിയ റേറ്റിൽ 399 399 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. 399 രൂപ, അതിനോടൊപ്പം ഇൻ്റർനെറ്റ് ഹാൻഡ്ലിംഗ് ചാർജ് ഒരു 10-15 രൂപ ഉണ്ടാവും. ഇത് നിങ്ങൾ ഒരു കാരണവശാലും ഈ കോഴ്സ് കാണാതെ ക്ലാസ് പരീക്ഷ എഴുതാൻ പോകരുത്, ഒരു കാരണവശാലും പോകരുത്. ഇതാണ് നിങ്ങൾക്ക് വേണ്ട ഫീസ്. ഒരിക്കലും എന്താ പറയുക, നിങ്ങൾക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ കാശ് നിങ്ങൾക്ക് വെറുതെ പോവില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന മാറ്റം ഇത്. ഇത്രയും ദിവസം ഈ ക്ലാസ് ആക്കിയെടുക്കാനുള്ള പരിശ്രമങ്ങളുടെ പുറകിലായിരുന്നു ഞാൻ. ഈ 399 നിങ്ങളുടെ ജീവിതം മാറി മറിയും പിള്ളേരെ. അതുകൊണ്ട് എല്ലാവരും, മുഴുവൻ ആൾക്കാരും ഈ കോഴ്സ് പർച്ചേസ് ചെയ്യണം. എൻ്റെ ആഗ്രഹം ഞാൻ പറയുകയാണ്, ഒരു 5 ലക്ഷം പേരെങ്കിലും ഈ കോഴ്സ് എടുക്കണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്രയും ഫീസ് കുറച്ചിട്ടിട്ടുള്ളത്. ഒരു കാരണവശാലും ഈ കോഴ്സ് ഫീസ് കുറയ്ക്കേണ്ട ഒരു കോഴ്സല്ല. ആരെടുത്ത് കണ്ടാലും ഇത് പറയും, ഈ ഒരു കോഴ്സിന് 5000 രൂപയെങ്കിലും നമ്മൾ ഫീസ് ആദ്യം നിശ്ചയിച്ചിരുന്നത് 6000 ആണ്. കാരണം അത്രയ്ക്കും ഉണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്. ആ ഒരു സാധനം 399 രൂപയ്ക്ക് ഇന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ഇന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ആരോഗ്യപരമായിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, വനമേഖല, ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് പരിപൂർണമായി കിട്ടുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കോഴ്സ് എടുക്കണം. ബാക്കി കേൾക്കാം. LP-UPയിൽ ആദ്യ റാങ്ക് ആരായിരിക്കും നേടുക? LP-UPയുടെ റാങ്ക് നേടാൻ ഏറ്റവും വലിയൊരു വിലങ്ങ് തടി എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. സൈക്കോളജിയും സയൻസിലും മാത്സിലും നിങ്ങളെ നല്ലപോലെ സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ഇത്തവണ LP-UP നേടാൻ കഴിയും. അപ്പോൾ ഈ സൈക്കോളജി, എൻ്റെ പൊന്നു പിള്ളേരെ, ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നതിനേക്കാളും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് ഇവിടെ LP-UPയുടെ സൈക്കോളജി കംപ്ലീറ്റും. സൈക്കോളജിയിൽ 3 കാറ്റഗറി ഉണ്ട്. ഒന്ന് സൈക്കോളജി ഉണ്ട്, 2 എന്ന് പറയുന്നത് ഫിലോസഫി ഉണ്ട്, 3 എന്ന് പറയുന്നത് പെഡഗോജി ഉണ്ട്. ഇത് 3 സാധനങ്ങളും സമ്പൂർണ്ണമായി എടുത്തിട്ടുണ്ട്. നാളെ ഇന്ന് വരെ PSC ചോദിച്ചിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള എല്ലാ സൈക്കോളജി ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സൈക്കോളജിയുടെ ഒരു കോഴ്സ് 1000 രൂപയ്ക്ക് തന്നാലോ? 1000 രൂപ ഭയങ്കര കൂടുതലല്ലേ? അല്ലേ? ആണ്. 1000 രൂപയ്ക്ക് ഭയങ്കര കൂടുതലാണ് സൈക്കോളജി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 500 രൂപ, അതും വേണ്ട പോട്ടെ, നമുക്ക് ആ കോഴ്സും 399 രൂപയ്ക്ക് സൈക്കോളജിയുടെ സമ്പൂർണമായ ഒരു റാങ്ക് ഫയൽ നമ്മൾ ഇനി നോക്കണ്ട, PDF അടക്കം 399 രൂപയ്ക്ക് നമുക്ക് ഈ ക്ലാസ് കാണാം. ഇതിന് എന്തെങ്കിലും നിങ്ങളൊരാൾ പറയുകയാണ്, നോക്കൂ ക്ലാസ് വളരെ മോശമാണ്, അല്ലെങ്കിൽ മോശമാണ്, സാറ് പറഞ്ഞ അത്ര തള്ളൊന്നും ഈ ക്ലാസ്സിലില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഫീസ് റീഫണ്ട് ചെയ്യാം എന്ന് പറയുന്നില്ല, ഈ ആപ്ലിക്കേഷൻ ഞാൻ നിർത്തിവെക്കാം എന്ന് പറയും. അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. സൈക്കോളജി 1.5 മുതലാണ് മോനെ, ധൈര്യമായിട്ട് എടുത്തോ. ഓക്കെ, സൈക്കോളജിയും ഇതേപോലെ നിങ്ങൾക്ക് 399. നിങ്ങളുടെ സർപ്രൈസ് കഴിഞ്ഞില്ല, സർപ്രൈസ് ഇനിയുമുണ്ട്. അടുത്തത് ഇനി LDC-ക്കാർ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് വേണം. മലയാളം ആരാ എടുത്തിരിക്കുന്നത്? 2 ഡോക്ടറേറ്റുള്ള അധ്യാപകരാണ്. അശ്വതി ടീച്ചറിന് നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്കൂളിൽ ടീച്ചർ 10ാം റാങ്കുകാരിയായിരുന്നു HSA. ടീച്ചർ അടുത്ത ഹയർ സെക്കൻഡറി ലിസ്റ്റിലുണ്ട്. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ്സുകളുണ്ട്. അതുപോലെ ഇവിടെ തിരുവനന്തപുരത്ത് NSS കോളേജിലെ ലെക്ചറാണ് ഡോക്ടർ ഗീതു ടീച്ചർ. അവരുടെ 2 പേരുടെ മലയാളം ഗംഭീര ക്ലാസ്സുകൾ. ഇംഗ്ലീഷ് സമാനതകളില്ല, ഹക്കീം സാറ്. അതേപോലെ തന്നെ നമ്മുടെ അരുൺ സാറ്, 2 പേരുടെയും ഗംഭീര ക്ലാസ്സുകൾ. അവരെയൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സുകളിൽ ഞാൻ അവരെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. മാത്സ്, ഈ പാവത്തിൻ്റെ ക്ലാസ് മാത്സ്, ഇങ്ങനെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, അതും നിങ്ങൾക്ക് പരീക്ഷ വരെ നിങ്ങൾക്ക് ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഹാജാസ് ക്ലാസ്സസിൽ നിന്നും. ഇനി അതും വേണ്ട പോട്ടെ, ഇനി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് LP-UP മൊത്തം വേണം. LP-UP നമ്മൾ ഇതുവരെ ഈ കോഴ്സ് കൊടുത്തുകൊണ്ടിരുന്ന ഫീസ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് 2022 ഈ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് 5999 ആയിരുന്നു. ആ ബാച്ചിൻ്റെ പേര് ഗോൾഡൻ ബാച്ച് എന്നായിരുന്നു. പിന്നീട് നമ്മൾ മത്സരം കൂടിയപ്പോൾ ഫീസ് കുറച്ചു, നമ്മളിത് 3999 ആക്കി. ഇപ്പോൾ ഒരു ഓഫറിൽ, ഈ കഴിഞ്ഞ വർഷം മുതൽ ഓഫറിൽ 2999 ഈ കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരീക്ഷ വരെ ഏകദേശം 3 മാസം അല്ലെങ്കിൽ 4 മാസത്തോളം ഇത് 799 രൂപയ്ക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ LP-UPയുടെ ഒരു കോഴ്സ് എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ വരെയാണ് ഈ ക്ലാസ് കിട്ടുക. പക്ഷേ അങ്ങനെയുള്ളവർ സൈക്കോളജിയും ഇംഗ്ലീഷും മലയാളം ഒന്നും എടുക്കണ്ട.
ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഈ ഇംഗ്ലീഷും മലയാളവും സൈക്കോളജിയും സയൻസും തന്നെയാണ് നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റിയിരിക്കുന്നത്. ഈ കോഴ്സ് എടുക്കുന്ന ഒരു കുട്ടിക്ക് വേറൊരു കോഴ്സിൻ്റെ ആവശ്യം ഇല്ല, വേറെ ഒരു സ്പെഷ്യൽ കോഴ്സും എടുക്കണ്ട. അതേപോലെ LDC എടുത്തിട്ടുണ്ട് ഒരു കുട്ടി, LDC വേണം, എല്ലാം വേണം, 799 രൂപ 3 മാസം. നിങ്ങളുടെ പരീക്ഷ തീരുന്നത് വരെ, എല്ലാ ജില്ലകളിലെയും പരീക്ഷ തീരുന്നത് വരെ 799 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. എൻ്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾ ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ അവസരമായി കാണണം. നമുക്ക് ഒരുമിച്ച് നിന്ന് നമുക്ക് നേടാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു ആപ്പിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് കിട്ടുക എന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുക. നമ്മുടെ ഫോൺ എടുക്കുക, ഫോണിൽ പ്ലേ സ്റ്റോർ എടുക്കുക, അതിനകത്ത് ഹാജാസ് ക്ലാസ്സസ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഹാജാസ് ക്ലാസ്സസ് എൻ്റെ ഈ മുഖമൊക്കെ വെച്ചിട്ട് ഈ ഒരു സിമ്പൽ ഇവിടെ വരും, ഇങ്ങനെ വരും, ആ ഒരു സിമ്പൽ വരും. ഹാജാസ് ക്ലാസ്സസ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണം, ക്രാഷ് LD ആണോ വേണ്ടത്, ക്രാഷ് LPUP ആണോ വേണ്ടത്, സയൻസ് മാത്സ് ആണോ വേണ്ടത്, സൈക്കോളജി ആണോ, ഏത് കോഴ്സ് വേണം അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബൈ നൗ എന്ന് കാണിക്കും. ബൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് ഫീസ് അടയ്ക്കുക. അപ്പോൾ ബഞ്ച് മൈക്രോ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണിക്കും, അവിടെ ഫീസ് കാണിക്കും. അവിടെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക. നിങ്ങൾക്ക് അപ്പോഴും തന്നെ കോഴ്സ് അസസ് ചെയ്യും. അതിനുശേഷം എൻ്റെ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ ഇത് പറഞ്ഞു തന്നു എൻ്റെ നമ്പർ എന്താണെന്ന്. ആ നമ്പറിലേക്ക്, അതായത് നമ്പർ ഒന്നുകൂടെ എഴുതുന്നു, 9995027074. നിങ്ങൾ ഫീസ് അടച്ചതിന് ശേഷം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടുക. നിങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും, ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് തരും. സൂമിൽ മീറ്റിംഗ് വെച്ചിട്ട് നമ്മൾ നേരിട്ട് കണ്ട് നമ്മൾ സംസാരിക്കും. അതിനുശേഷം ഇത്തവണ നമ്മൾ LPUP LDC നേടിയിരിക്കും. 100% നമ്മൾ നേടിയിരിക്കും. 100% നമ്മൾ നേടിയിരിക്കും. ഇത് എൻ്റെ വാക്കാണ്. നിങ്ങൾക്ക് ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ എടുത്ത ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അവർ രേഖപ്പെടുത്താൻ ഞാൻ പറഞ്ഞേക്കാം. അവരുടെ അനുഭവങ്ങൾ എന്തായാലും എൻ്റെ ആപ്ലിക്കേഷനിൽ അപ്രോക്സിമേറ്റ് 2000-ഓളം പേര് വിവിധ ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്നുണ്ട്. ഒരുപാട് മാർക്കറ്റിങ്ങോ അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ പരസ്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത, നമ്മൾ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന കുട്ടികൾ മാത്രം, അവരറിഞ്ഞിട്ട് അവരുടെ സുഹൃത്തുക്കൾ മാത്രമുള്ള ഒന്നാണ്. പത്രങ്ങളിൽ പരസ്യമില്ല, ഒരു അധ്യാപകൻ്റെ ഫെയിമില്ല, അങ്ങനെയില്ലാത്ത ആത്മാർത്ഥതയുള്ള, നിങ്ങൾ വിളിച്ചാൽ എടുക്കുന്ന ഫോൺ എടുത്ത് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു അധ്യാപകൻ നിങ്ങൾക്ക് മുന്നിൽ വളരെ കൃതാർത്ഥനായി വളരെ അഭിമാനത്തോടെ പറയുന്നു, ഇത് നിങ്ങൾക്കൊരിക്കലും ഇവിടെ ഞാൻ തന്നിരിക്കുന്ന കാശുകളൊന്നും ഒരിക്കലും ഒരു മലയാളി താങ്ങാത്തതല്ല. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം, എല്ലാവർക്കും പറ്റിക്കപ്പെടാത്ത ഏറ്റവും നല്ല ക്ലാസ്സുകൾ, PSCയുടെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് തന്നെ ഒന്നും ആലോചിച്ച് നിൽക്കരുത്. ഇന്ന് തന്നെ ഇനി ഈ 399 799 കൊടുക്കാനില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും എന്നെ അറിയിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ഒരിക്കലും ഒരു പഠനം നടക്കാതാവരുത്. 100 കുട്ടികൾ അഡ്മിഷൻ എടുത്താൽ ഞാൻ അതിനകത്തൊരു 3 കുട്ടികളെ 100 കുട്ടികൾ അഡ്മിഷൻ എടുത്താൽ 3 കുട്ടികൾക്ക് ഞാൻ ഫീസ് സൗജന്യമായി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഒട്ടും നിർവാഹമില്ല. എനിക്ക് അങ്ങനെ ഫീസ് കൊടുത്ത് പഠിക്കാവുന്നൊരു സ്ഥിതിയിലേ അല്ല. 799 എന്നെ സംബന്ധിച്ച് നടക്കില്ല സാർ എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 100 കുട്ടികൾക്ക് 3 കുട്ടികൾ, ഓക്കെ, ആ നിലയിൽ ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഇതിനോടൊപ്പം പറയുന്ന ഈ പറഞ്ഞ ഇതിൻ്റെ ലിങ്ക് എല്ലാവരും, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാ സുഹൃത്തുക്കളെ അറിയിക്കുക. നമുക്ക് നേടിയേ പറ്റൂ. കാരണം ഇനി ആരുടെ മുന്നിലും പോയി തലകുനിഞ്ഞ് നിൽക്കാൻ വയ്യ. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഞാൻ റാങ്ക് വാങ്ങിപ്പിച്ചിരിക്കും. നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ കാണാം. ബൈ.